നമസ്കാരം. എസ് ഫോർ ശാസ്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹ ആശിസ്സുകൊണ്ട് നമ്മളുടെ ചാനലിന് വരുമാനം തുടങ്ങിയിട്ടുണ്ട്. വിദ്യാദദാതി വിനയം വിനയാത് പാത്രത്വമശ്നുതേ പാത്രത്വാത് ധനമാപ്നോതി ധനാത് ധർമ്മഃ തതസുഖം എന്നാണല്ലോ ആപ്തവചനം. അതിനനുസരിച്ച് ഇതിലെ വരുമാനം ധർമ്മപ്രവൃത്തിക്കായി തന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ട്. നിറയെ പേര് ദാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളവരായിട്ടുണ്ട്. പക്ഷെ എന്താണ് ദാനം ചെയ്യേണ്ടത്, ആർക്കാണ് ദാനം ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പോ തസ്മാ ശാസ്ത്രം പ്രമാണത്തെ, നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ശാസ്ത്രത്തിൽ തന്നെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ സാലഗ്രാമശിലാം കന്യാം ധേനും പൃഥ്വീം സരസ്വതീം യോ ദദ്യാത് സ വ്രജേത് സ്വർഗം പ്രതിഗ്രാഹി തഥൈവച എന്നാണ് സ്മൃതിവചനം. ശ്രുതിസ്തു വേദോ വിജ്ഞേയഃ ധർമ്മശാസ്ത്രന്തു വൈ സ്മൃതിഃ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മശാസ്ത്രമായിട്ടുള്ള സ്മൃതി പറയുന്നത് സാലഗ്രാമശിലാം, വിഷ്ണുവിൻ്റെ അംശരൂപമായിട്ടുള്ള സാളഗ്രാമം ദാനം ചെയ്യുക. കന്യാം, കന്യാദാനം, പെൺകുട്ടിയെ വളർത്തി പഠിപ്പിച്ച് വളർത്തി കന്യാസ്വരൂപമാക്കി ചെയ്ത് അത് ഉത്തമമായിട്ടുള്ള വരന് ദാനം ചെയ്യുക. ദശാനാം പൂർവേഷാം ദശാനാം പരേഷാം ആത്മനശ്ച ഏകവിംശതി കുല ഉത്താരണം എന്നൊക്കെയാണ് കന്യാദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ധേനും, മാടുകളെ ദാനം ചെയ്യുക. ദെൻ ഉത്തമമായിട്ട് പൃഥ്വീം, ഭൂമിദാനം ചെയ്യുക. ഗവൺമെൻറ്റൊക്കെ ധാരാളം ഭൂമിദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരുടെയോ ഭൂമിയാണ്, അതെടുത്ത് ആർക്കോ കൊടുക്കുകയാണ്. അങ്ങനെയല്ല, നമ്മുടെ കൈവശമുള്ള ഭൂമി ഇല്ലാത്തവർക്ക് കൊടുത്ത് ദാന മാതൃകയാവുക. അതൊന്നും പറ്റിയില്ല, ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ സരസ്വതീം, നമുക്ക് അറിയുന്ന വിദ്യാദാനം ചെയ്യുക. ഈ 5 ദാനമായിട്ട് ചെയ്യാൻ ഉത്തമമാണ്. യോദദ്യ ആസവ്രജേ സ്വർഗം, ആരാണോ ഈ 5 ദാനം ചെയ്യുന്നത് അവർ തീർച്ചയായും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. പ്രതിഗ്രാഹി തഥൈവച എന്നാണ് പറയുന്നത്. ഈ 5 ദാനം സ്വീകരിക്കുന്നവനും, ഈ 5 വാങ്ങിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതായത്, നിങ്ങൾ ദാനം കൊടുക്കുന്നതിനെക്കാട്ടിലും സ്വീകരിക്കുന്നവനാണ് പ്രാധാന്യം എന്നാണ് ധർമ്മശാസ്ത്രം. ഗാന്ധിജി പറയുന്ന പോലെ ആ കസ്റ്റമർക്ക് സർവീസ് ചെയ്യാൻ നമുക്കൊരു ചാൻസ് തരികയാണ് എന്ന് പറയുന്ന രീതിയിൽ ഈ ദാനം ഉത്തമമായിട്ടുള്ള ജനങ്ങളെ കണ്ടുപിടിച്ച് ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ ദാനം സ്വീകരിക്കുന്നവനും ദാനം കൊടുക്കുന്നവനും രണ്ടുപേർക്കും സ്വർഗം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വകയിലുള്ള പഞ്ചദാനങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കതവ് തുറന്നിട്ടിരിക്കും. നിങ്ങൾ ധർമാത്മാവായി വാഴ്ത്തപ്പെടും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ധർമ്മ ചിന്തനകൾ തുടർന്നും
ഈ ചാനലിൽ നിന്നും പ്രതീക്ഷിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.